വിവിധ ജില്ലകളിൽ വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള വ്യത്യസ്തത തിരുവനന്തപുരത്തെ ഈ യോഗത്തിനുണ്ട്. ബാക്കിയെല്ലാം വൈകുന്നേരമായിരുന്നു. ഇപ്പോഴും വൈകുന്നേരം തന്നെ. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ വ്രതാനുഷ്ഠാനത്തിലേർപ്പെട്ടവർക്ക് നോമ്പ് മുറിക്കേണ്ട ഒരു സമയമായതുകൊണ്ട് അതും കഴിഞ്ഞ് ഒരു 7-7:30 മറ്റ് യോഗങ്ങളൊക്കെ നടന്നത്. ഇവിടെ നമ്മുടെ യോഗത്തിന് വന്നു ചേരാനിടയിലൊരു പരിമിതി, ഈ ഒരു സമയക്രമം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. നോമ്പ് മുറിക്കുന്നൊരു ഘട്ടം, അതിനൊരു നിശ്ചിത സമയത്തിന് മുൻപ് നമുക്കിത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ധാരാളം പ്രധാനപ്പെട്ട നേതാക്കളും പണ്ഡിതരുമൊക്കെയാണ് ഇവിടെ സംസാരിക്കാനിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം കൂടി ക്രമീകരിക്കുക എന്നൊരു ആശങ്കയോടെയാണ് ഞാൻ തുടങ്ങുന്നത്. ഈ റാലികളിലെല്ലാം വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിനെന്താണ് കാരണം? നമ്മുടെ മതനിരപേക്ഷ മനസ്സിന് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത ഒന്നായാണ് ഈ പൗരത്വ നിയമ ഭേദഗതി വന്നിട്ടുള്ളത്. പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കുന്നതിനോട് നമുക്ക് യോജിക്കാനാവില്ല. നമ്മൾ യോജിക്കുന്നോ യോജിക്കുന്നില്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഇന്ത്യൻ ഭരണഘടന അത് അംഗീകരിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണഘടന അംഗീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ പ്രശ്നം സജീവമായി ചർച്ച ചെയ്തതാണ്. നമ്മുടെ രാഷ്ട്രം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്ന അഭിപ്രായമുള്ള ചിലർ ആ കാലത്ത് തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ അതിവിശദമായാണ് ആ പ്രശ്നം ചർച്ച ചെയ്തത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രമുഖരായ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് മതാധിഷ്ഠിത രാഷ്ട്രമല്ല, മതനിരപേക്ഷ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ എന്ന് തീരുമാനിക്കപ്പെടുന്നു. മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമാണ്. അതോടൊപ്പം തന്നെ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിലും ജീവിക്കാം. ഈ എല്ലാവർക്കും തുല്യ അവകാശമാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി ഭരണഘടന ഉറപ്പു നൽകുന്നത്. അത്രയും വ്യക്തതയുള്ള ഒരു കാര്യമാണിത്. മാത്രമല്ല, പരിഷ്കൃത ലോകത്ത് ഇന്ന്
പൗരത്വത്തെ മതാടിസ്ഥാനത്തിൽ നിർവചിക്കുന്നതിനോട് യോജിപ്പില്ല. പരിഷ്കൃത രാജ്യങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തീരുമാനത്തിനെതിരെ ലോകരാഷ്ട്രങ്ങളും ലോകത്തെ പ്രധാനപ്പെട്ട സംഘടനകളുമെല്ലാം ശക്തമായ അഭിപ്രായം, പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതിൻ്റെയെല്ലാം ഭാഗമായാണ് നമ്മുടെ നാടിൻ്റെ വലിയ കൂട്ടായ്മയോടെയുള്ള പ്രതിഷേധ രൂപമെന്ന നിലക്കുള്ള ഇത്തരം റാലികൾ നടന്നിട്ടുള്ളത്. നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന നാടാണ്. അത്തരമൊരു നാടിൽ മതപരമായ ഭിന്നത കൊണ്ടുവരിക, മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുക, അതിനോട് യോജിക്കാനാകില്ല എന്ന നിലപാടാണ് കേരളത്തിലെ മതനിരപേക്ഷത മുറുകെ പിടിക്കുന്ന ആളുകൾ ഈ പ്രതിഷേധ കൂട്ടായ്മയിലൂടെ ഉയർത്തിക്കാണിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയിൽ ഉത്കണ്ഠപ്പെടുന്നവരാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ ബഹുജനങ്ങളിൽ ഭൂരിഭാഗവും. എന്താകും രാജ്യത്തിൻ്റെ ഭാവി? എവിടേക്കാണ് നമ്മുടെ യാത്ര? ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിതം തുടരാനാകുമോ? ഇത്തരത്തിൽ ആശങ്കപ്പെടുന്ന വലിയൊരു വിഭാഗം ആളുകളാണ് രാജ്യത്തുള്ളത്. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഖ്യാപിതമായ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ വരുന്നു. നിർഭാഗ്യവശാൽ അതെല്ലാം ഈ നിലപാടുകൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ പ്രഖ്യാപിത നിലപാടുകൾക്കെതിരെ തുടക്കം മുതൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു കൂട്ടരുണ്ട്. മതനിരപേക്ഷത അംഗീകരിക്കാനാകില്ല, അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയപ്പോൾ ഈ ഭരണഘടന നമ്മുടെ രാജ്യത്തിന് ചേർന്നതല്ല, നമ്മുടെ രാജ്യത്ത് പാലിക്കേണ്ട മൂല്യങ്ങൾ ഭരണഘടന ഉദ്ഘോഷിച്ചപ്പോൾ അവയല്ല, മനുവിൻ്റെ സൂക്തങ്ങളാണ് രാജ്യത്ത് വാഴ്ത്തപ്പെടേണ്ടത് എന്ന നിലപാടെടുത്തവർ. അവർ ഇതിനെല്ലാം എതിരായിരുന്നു. മതനിരപേക്ഷതയ്ക്കെതിരെ, ഭരണഘടനയ്ക്കെതിരെ, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ രീതികൾക്കെതിരെ. അവരായിരുന്നു RSSഉം സംഘപരിവാറും. കാലം മാറി. ആ മാറ്റത്തിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരം RSS നിയന്ത്രിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൈകളിലേക്കെത്തി. അതോടെ
RSSൻ്റെ അജണ്ടയാണ് ഇവിടെ നടപ്പാക്കപ്പെടുന്നത്. ഭരണഘടനയെ പല രീതിയിൽ പിച്ച് ചീന്തുന്ന, അപഹസിക്കുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾക്ക് നാം മൂകസാക്ഷികളായി. കടുത്ത എതിർപ്പ് ഇടതുപക്ഷത്തിൽ നിന്ന് ഉയർന്നെങ്കിലും അത്തരം അജണ്ടകളുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ നെടുന്തൂണുകളായ ഭരണഘടനാ സ്ഥാപനങ്ങളുടെയെല്ലാം ഉണ്ടെന്ന് പറയുന്ന സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനുള്ള നടപടികൾ ഓരോന്നോരോന്നായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് നാം കാണുന്നു. എന്തിനധികം പറയുന്നു, ജുഡീഷ്യറിയിൽ പോലും വല്ലാതെ കൈകടത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയരുന്നത് നാം കാണുന്നു. ജനാധിപത്യ വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേരാത്ത രീതിയിലുള്ള ഒട്ടേറെ നടപടികൾ, നിയമവാഴ്ച ഉറപ്പുള്ള ഒരു രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത നിയമലംഘനങ്ങൾ, അത് കേന്ദ്ര ഏജൻസികൾ തന്നെ നടത്തുന്നത് നാം കാണുന്നു. തങ്ങളുടെ അധികാരത്തെയും വഴിവിട്ട നടപടികളെയും ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ പാർട്ടികളെ ഓരോന്നോരോന്നായി വലിയ തോതിൽ ദ്രോഹിക്കുന്ന നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്നതായി നാം കാണുന്നു. ഇവിടെ ED വലിയ തോതിൽ ഇടപെടുന്നതായി കാണുന്നു. എവിടെ എത്തുന്നു? നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുന്നത് നാം കാണുകയാണ്. ഈ രീതിയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുന്നത്. തങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യും. തങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്യുന്നവർക്കെതിരെ എന്ത് നടപടിയും തങ്ങൾ സ്വീകരിക്കും. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. അത്തരമൊരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള ഇടപാടുകൾ നടത്തുന്നതും നമുക്ക് കാണാനായി. അതാണ് ഇലക്ടറൽ ബോണ്ട് എന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയിലൂടെ ദൃശ്യമായത്. ആ സമ്പ്രദായം വന്നപ്പോൾ ഒരു സംശയവുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വ്യക്തമാക്കി, ഇത് വ്യക്തമായ അഴിമതിയാണ്. ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാനാകില്ല. ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായുള്ള ഒരു കാശും സ്വീകരിക്കാൻ തയ്യാറല്ല. അങ്ങനെ പറയാൻ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്നത് നാം ഓർക്കേണ്ടതാണ്. മാത്രമല്ല, ആ ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായത്തിനെതിരെ CPIM സുപ്രീം കോടതിയെ സമീപിച്ചു. അതിൻ്റെ പരിശോധന കുറേ കാലം നടന്നു. ആ വേളയിലെല്ലാം BJPയും കോൺഗ്രസും മറ്റു കുറേ പാർട്ടികളും ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിലൂടെയുള്ള പണം
കൈപ്പറ്റുകയായിരുന്നു. ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയത് BJP ആണെങ്കിൽ ഒട്ടും മോശമല്ലാതെ തന്നെ കോൺഗ്രസും പണം പറ്റിയതായി കാണാൻ നമുക്ക് കഴിഞ്ഞു. അവസാനം കോടതിയുടെ പരിശോധന പൂർത്തിയായി. ഇത് രാജ്യത്തിന് ചേരുന്നതല്ല. കടുത്ത ഭാഷയിൽ ഈ നടപടിയെ അപലപിച്ചുകൊണ്ട് ആ ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം റദ്ദാക്കുന്നത് കാണാൻ നമുക്ക് കഴിഞ്ഞു. അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിടാൻ പറഞ്ഞപ്പോൾ രാജ്യത്തെ ഉന്നതമായ ബാങ്കിംഗ് സ്ഥാപനം പോലും ആ കണക്കുകൾ മറച്ചുവെക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അവസാനം കോടതി വടിയെടുത്തില്ല എന്ന് മാത്രം കടുത്ത ഭാഷയിൽ ശകാരിക്കുന്ന നിലവരെ സ്വീകരിച്ചു. അപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായത്. ഇപ്പോൾ രാജ്യത്തിന് മുന്നിൽ ആ വിവരങ്ങളെല്ലാം വന്നിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഖ്യാപിതമായ മൂല്യങ്ങളെയാകെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പൗരത്വ ഭേദഗതി നിയമം നേരത്തെ 2019 പാസാക്കിയത് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത? പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ശ്രമിച്ചത് നമ്മുടെ തൊട്ടുകിടക്കുന്ന രാജ്യങ്ങളിലെ അവിടെയുള്ള ചില പ്രശ്നങ്ങളുടെ മേലെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അഭയാർത്ഥികളായി വരേണ്ടി വരുന്നു. അങ്ങനെ അഭയാർത്ഥികളായി ഇവിടെ വന്ന അത്തരക്കാർക്ക് പൗരത്വം നൽകേണ്ടതായിട്ടുണ്ട്. ഇതിനാണ് പൗരത്വ നിയമ ഭേദഗതി എന്നാണ് പറഞ്ഞത്. അത് നല്ല ആശയം തന്നെയാണ്. നാം കാണേണ്ടത് ലോകത്തൊരിടത്തും അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാറില്ല. അഭയാർത്ഥികളോട് മതാടിസ്ഥാനത്തിൽ വിവേചനവും കാണിക്കാറില്ല. അപ്പം അങ്ങനെ വന്ന അഭയാർത്ഥികളെ മൊത്തമായി കണ്ട് അവർക്ക് പൗരത്വം നൽകുക എന്നതാണ് നിലപാടെങ്കിൽ അതായിരുന്നു ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ചെയ്തത് അതല്ല. ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നമ്മുടെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്ന 6 വിഭാഗക്കാർക്ക് മാത്രമാണ് പൗരത്വത്തിന് അർഹതയുണ്ടാവുക എന്നവർ വ്യക്തമാക്കി. ആ 6 വിഭാഗം ഹിന്ദുക്കൾ, ജൈനര്, സിഖുകാർ, ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ. ഈ പറഞ്ഞതിൽ മുസ്ലിമില്ല. മുസ്ലിം യാദൃശ്ചികമായി ഒഴിഞ്ഞു പോയതല്ല. ഇങ്ങനെ ഇവിടെ അഭയാർത്ഥികളായ കുടിയേറിയ ആ ആളുകളിൽ മുസ്ലിമിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നിയമം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തി ഉണ്ടാവില്ല. ഇതാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ സംഭവിച്ചത്. അപ്പോൾ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് മതസ്ഥർക്ക്, ഈ പറഞ്ഞ 6 ഗണത്തിൽപ്പെട്ടവരല്ലാത്തവർക്ക് പൗരത്വത്തിന് അപേക്ഷ നൽകാനാവില്ല. ഇപ്പോൾ പൗരത്വത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടപ്പോൾ, ചട്ടങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ
ആ ചട്ടങ്ങളുടെ ഭാഗമായി ഒരു ഉപദേശങ്ങൾ നൽകാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ വെച്ചിട്ടുണ്ട്. ആ ഹെൽപ്പ് ലൈനുമായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പത്രമായ ഹിന്ദു ബന്ധപ്പെട്ടു. എങ്ങനെയാണ് ഈ അപേക്ഷ നൽകേണ്ടത് എന്നതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഏത് മതത്തിൽപ്പെട്ടതാണ് എന്ന സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് ആരിൽ നിന്നാണ് വാങ്ങേണ്ടത്? ആ ചോദ്യത്തിന് ഹെൽപ്പ് ലൈൻകാർ പറഞ്ഞ ഉത്തരം, അത് ആ പ്രദേശത്തെ പൂജാരിയിൽ നിന്നാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഉദ്ദേശം വ്യക്തമായല്ലോ. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ അധികാരം പൂജാരിമാർക്ക് കൊടുക്കുകയാണ്. ഇത് ബന്ധപ്പെട്ട് കിട്ടിയ മറുപടി ഹിന്ദു പത്രം തന്നെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നത്. സാധാരണ ഭരണ സംവിധാനങ്ങളെയെല്ലാം മാറ്റി നിർത്തി ഇത്തരത്തിലുള്ള ചിലരെ ഏൽപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമാവുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തൊട്ടുകിടക്കുന്ന രാജ്യങ്ങളിൽ പലയിടങ്ങളിലും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നാടുവിട്ട് രാജ്യം വിട്ട് വരുന്ന അവസ്ഥയുണ്ട്. അവരെ പലരെയും ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ തമിഴ് വംശജർ ധാരാളം പേര് നമ്മുടെ ശ്രീലങ്കയിലുണ്ട്. ഈ പട്ടികയിൽ അവർക്ക് സ്ഥാനമില്ല. ഇവിടെ വന്ന് കഴിയുന്നവരുണ്ട്, ദീർഘകാലമായി കഴിയുന്നവരുണ്ട്. ഇതിൽ അവർക്ക് പൗരത്വം കൊടുക്കാനാവില്ല. പാകിസ്ഥാനിലെ അഹമ്മദീയ മുസ്ലിങ്ങളുണ്ട്, അഫ്ഗാനിസ്ഥാനിലെ ഹസാര വിഭാഗക്കാരുണ്ട്, മ്യാൻമറിൽ റോഹിംഗ്യകളുണ്ട്. ഈ റോഹിംഗ്യകളുടെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്തിനാണ് അവരെ നാട് കടത്താൻ അനുവദിക്കും? ഇവിടെ നിൽക്കാൻ പാടില്ല, അവരെ നാട് കടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നില്ല. ഐക്യരാഷ്ട്രസഭ പോലുള്ള, ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള പ്രമുഖമായ സംഘടനകളെല്ലാം ഇതിനെ അപലപിച്ചിരിക്കുന്നു. അമേരിക്കയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ചൈനയും അങ്ങനെ വിവിധ ലോകരാഷ്ട്രങ്ങൾ ഇതിനെ അപലപിച്ചു. ഇപ്പോഴല്ല, 2019 ഈ നിയമം പാസാക്കിയ ഉടനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, ലോകത്ത് പ്രധാന നഗരങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഈ കാര്യത്തിൽ നടന്നു. ബോസ്റ്റണിലും ചിക്കാഗോവിലും ഹേഗിലുമൊക്കെ വലിയ പ്രതിഷേധ കൂട്ടായ്മകളും പ്രകടനങ്ങളുമാണ് നടന്നത്. മാത്രമല്ല, ആ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാഷ്ട്രമായ ജപ്പാൻ, ആ ജപ്പാനിലെ പ്രധാനമന്ത്രി ഒരു സന്ദർശനം തീരുമാനിച്ചിരുന്നു. ആ സന്ദർശനം ഇത്തരമൊരു നിയമം, മതാടിസ്ഥാനത്തിൽ പൗരത്വം എന്ന നിയമഭേദഗതി കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഈ രാജ്യത്തേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദർശനം ജപ്പാൻ പ്രധാനമന്ത്രി ക്യാൻസൽ ചെയ്തു. മാത്രമല്ല, ആ ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും
ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സന്ദർശനം മതിയാക്കി തിരിച്ചുപോയി. ലോകമാകെ ഇതിനോട് അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്തി. നാം ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 1955 പൗരത്വ നിയമം നാം പാസ്സാക്കുന്നത്. പിന്നീട് ഒട്ടേറെ ഭേദഗതികൾ അതിന് വന്നിട്ടുണ്ട്. അതിലാദ്യത്തെ ഭേദഗതി ആസാം അക്കോർഡിനെ തുടർന്ന് 1986 1992 2003 2015 ഭേദഗതികളുണ്ടായി. പക്ഷേ ഒന്നും മതാടിസ്ഥാനത്തിലുള്ളതായിരുന്നില്ല. RSSന്റെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ കാര്യം പൗരത്വ നിയമത്തിലേക്ക് കടന്നു വരുന്നത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ്. അത് 2003 അദ്ദേഹം വ്യക്തത വരുത്താതെ ഒരു കാര്യം അതിനകത്ത് പറഞ്ഞു വെച്ചു. അത് അനധികൃത കുടിയേറ്റക്കാർ എന്ന ഒരു സംജ്ഞ ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ കൊണ്ടുവന്നു. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോയില്ല. മതാടിസ്ഥാനത്തിൽ അത് നിർവചിക്കാനും പോയില്ല. പക്ഷേ അനധികൃത കുടിയേറ്റക്കാർ എന്ന ഒരു ഭാഗം ഇതിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ ആവശ്യമാണ് എന്നതും ആ കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇത് വാജ്പേയിയുടെ ഗവൺമെൻറ് കാലത്ത് നടന്നതാണ്. ഇതിനുശേഷം നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്. ആ ഗവൺമെൻറ് ഈ ഭേദഗതിയുടെ കാര്യത്തിൽ വേറൊന്നും ചെയ്യാൻ പുറപ്പെട്ടില്ല. ഈ പറഞ്ഞ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനുള്ള ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നടപടി പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റാണ് തുടക്കം കുറിക്കുന്നത്. അതും നമ്മൾ ഓർത്തു പോകേണ്ട ഒരു കാര്യമാണ്. ഇവിടെ 2019 ഈ ഭേദഗതി മതത്തെ പൗരത്വം നിർവചിക്കാനുള്ള അടിസ്ഥാനമാക്കി മാറ്റുന്ന ഭേദഗതി, അത് RSS അജണ്ടയുടെ ഭാഗമായി വന്നതാണ്. നമുക്കറിയാം, സംഘപരിവാറിൻ്റെ അജണ്ട അത് കൃത്യമായ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. നമ്മുടെ മതേതരത്വത്തിൻ്റെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നാം ഓർക്കേണ്ട ഒരു കാര്യം, എങ്ങനെയുള്ള നിയമങ്ങളൊക്കെ രാജ്യത്ത് കൊണ്ടുവരാം, ഈ കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് കേശവാനന്ദ ഭാരതി കേസിൽ ദീർഘമായ വാദങ്ങൾ കേട്ട ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതി, സുപ്രീം കോടതി വ്യക്തത വരുത്തിയ കാര്യമാണ്. അതിൽ സുപ്രീം കോടതി പറഞ്ഞു, മൗലികാവകാശം ഹനിക്കുന്ന രീതിയിൽ നിയമം കൊണ്ടുവരാൻ അധികാരമില്ല. അത് ഒരു ഗവൺമെന്റിനും ചെയ്യാൻ കഴിയില്ല, പാർലമെന്റിനോ നിയമസഭക്കോ ചെയ്യാൻ പറ്റില്ല. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നർത്ഥം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്നൊരു കാര്യം, നിയമത്തിന് മുന്നിൽ തുല്യത, നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷ എന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷയും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിലെ പൗരർക്ക് എന്നല്ല. പൗരരായാലും പൗരരല്ലെങ്കിലും ഇവിടെ ഭരണഘടന ഉറപ്പു നൽകുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കുമാണ്. അത് പൗരരാകാം, പൗരരല്ലാതിരിക്കാം. രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമത്തിന് മുന്നിൽ പരിരക്ഷയും ഉറപ്പു നൽകുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത്.
മാത്രമല്ല ഒരു വ്യക്തിക്കും പ്രത്യേക ആനുകൂല്യം നൽകാൻ പാടില്ല എന്നതും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള മതപരമായ വിവേചനവും ഭരണഘടന അംഗീകരിക്കുന്നില്ല. ഇവിടെ കുടിയേറ്റക്കാരെ മുസ്ലിമെന്നും അമുസ്ലിമെന്നും വിഭജിക്കുകയാണ്. അപ്പോൾ നാം കാണേണ്ടത് ഇത് ഇന്ത്യ എന്ന ആശയത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. അതാണിപ്പോൾ ഫലത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അന്ന് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിനെ കുറിച്ച് ചില വാദങ്ങൾ ഉയരുകയുണ്ടായി. അത് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സെൻസസിന്റെ ഭാഗമാണ് എന്നായിരുന്നു. സെൻസസ് വേറെ, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ വേറെ. ഇത് രണ്ടും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കാര്യത്തിൽ ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമായ നിലപാടെടുത്തിരുന്നത്. കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പൗരത്വ ഭേദഗതി നിയമവും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും അതിലൂടെ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നീക്കവുമൊക്കെ നടക്കുന്നത്. ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ പൗരത്വമുള്ള ആരെയും ബാധിക്കില്ല എന്ന് ചില ഭരണാധികാരികൾ, കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ പറയുന്നതായിട്ട് നാം കേൾക്കുന്നുണ്ട്. ആസാമിൽ ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കിയതാണ്. എന്തായിരുന്നു അവിടുത്തെ അനുഭവം? ഇന്ന് ആ ഘട്ടത്തിൽ ആസാമിൽ ജീവിച്ച 19 ലക്ഷത്തോളം ആളുകളുടെ പൗരത്വമാണ് നഷ്ടപ്പെട്ടത് എന്നാണ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവമാണ്. ആ പൗരത്വം നഷ്ടപ്പെട്ടത് ഇവരുദ്ദേശിക്കുന്നത് പോലെ മുസ്ലിമിൻ്റേത് മാത്രമല്ല. മുസ്ലിമുണ്ട്, അമുസ്ലിമുകളുമുണ്ട്. കാരണം നിങ്ങൾ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൻ്റെ ഭാഗമായി പറയുന്ന നിബന്ധനകളും ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ ഭാഗമായി പറയുന്ന നിബന്ധനകളും പലർക്കും പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അങ്ങനെയുള്ളവരെല്ലാം പൗരത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുക. ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്ത നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ അത് ചെറിയ ശതമാനമല്ല എന്ന് നാം ഓർക്കണം. വലിയ തോതിൽ ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്തവരാണ്. അവർക്ക് ഏത് രേഖയാണ് ഹാജരാക്കാൻ കഴിയുക? ഇതിൻ്റെ ഭാഗമായി വെച്ചിട്ടുള്ള മറ്റൊട്ടേറെ നിബന്ധനകളുണ്ട്. എല്ലാം രാജ്യത്തെ വലിയ തോതിൽ അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. നിലവിൽ പൗരത്വമുള്ളവരെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. എന്തിനാണ് പൗരത്വ നിയമ ഭേദഗതി എന്നത്? പൗരത്വ നിയമ ഭേദഗതി വരുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരസ്യമായി പറഞ്ഞിരുന്നു. അദ്ദേഹം പാർലമെന്റിൽ തന്നെ നിരവധി തവണ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ആദ്യം പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കും. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. പക്ഷേ അത് പറച്ചിൽ മാത്രമാണ്. മുസ്ലിമിനെ അതിൽ ഫലത്തിൽ ഒഴിവാക്കി നിർത്തി. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം NRC തയ്യാറാക്കും, ഈ പറഞ്ഞ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കും. എന്നിട്ട് നയം വ്യക്തമാക്കുകയാണ്. ഞങ്ങളുടെ പറഞ്ഞ വാചകം, ഞങ്ങളുടെ മാതൃരാജ്യത്ത് നിന്ന്
എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാടുകടത്തും. ഉദ്ദേശം വ്യക്തമാണ്. അവിടെ നിർത്തുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ ദേശീയ പൗരത്വ രജിസ്റ്റർ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കും. ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ല. ആരെയാണ് അദ്ദേഹം ഉന്നം വെക്കുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തതയുള്ള കാര്യമാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രതികരണം നാം ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിൻ്റെ പ്രതികരണം, കേരളത്തിൻ്റെ പ്രത്യേകത എന്താ? ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാട്. ആ നാടിന് ഈ നിലപാടിനോട് ഒരു തരത്തിലും യോജിക്കാനായില്ല. ഇത് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ തോണ്ടുന്ന നിലപാടായിരുന്നു. ഈ പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ കാര്യമാണ്. അതുകൊണ്ടാണ് അർത്ഥശങ്കക്കിടയില്ലാതെ കേരളം ഉറക്കെ പ്രഖ്യാപിച്ചത് പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ഇതൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് പ്രഖ്യാപിച്ചത്. അത്തരമൊരു പ്രഖ്യാപനം നടത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ആ പ്രഖ്യാപനം നടത്തുക മാത്രമല്ല, അതിനെ തുടർന്ന് നാം ഇവിടെ സ്വീകരിച്ച നടപടികളുണ്ട്. നാം അതിൽ പ്രധാനമായി കണ്ടത് ഇതുപോലുള്ള കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നതാണ്. അതിൻ്റെ ഭാഗമായി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭത്തിനാണ് നാം മുൻകൈയെടുത്തത്. ഇവിടെയാണ് അതിൽ ആദ്യം അരങ്ങേറിയത്. പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നാടിൻ്റെ എല്ലാ ഭാഗവും ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധ കൂട്ടായ്മ. അതിൽ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അന്നത്തെ പ്രതിപക്ഷ നേതാവും പങ്കെടുത്തു. അതിൻ്റെ തുടർച്ചയായി കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ നടന്നു. ഇവിടെ RSS അജണ്ട നടപ്പാക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് നാം ഇതിലൂടെ നടത്തിയത്. തുടർന്ന് സർവകക്ഷി യോഗം ചേർന്നു. എല്ലാവർക്കും ഒരേ നിലപാട്. അതിൻ്റെ തുടർച്ചയായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു. അതിനകത്ത് ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം, ആ പ്രമേയം ഏകണ്ഠമായി നിയമസഭ പാസാക്കി. രാജ്യത്ത് അത്തരമൊരു പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരള നിയമസഭ ആയിരുന്നു. ഇവിടെയും നാം നിർത്തിയില്ല. രാജ്യത്ത് BJP ഇതര മുഖ്യമന്ത്രിമാരുണ്ട്. ആ മുഖ്യമന്ത്രിമാർക്കെല്ലാം കേരള മുഖ്യമന്ത്രി എന്ന നിലക്ക് കത്തെഴുതി ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം സൂചിപ്പിച്ചുകൊണ്ടും ഇതിൽ പ്രതിഷേധിക്കേണ്ട ആവശ്യകത ഊന്നിക്കൊണ്ടും ഇതിനെതിരെ അണിനിരക്കേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടുമുള്ള കത്ത് എല്ലാ BJP ഇതര മുഖ്യമന്ത്രിമാർക്കും അയച്ചു. അവിടെയും നാം നിർത്തിയില്ല. ഇതൊരു നിയമമായതുകൊണ്ട്, അത് ഭരണഘടനയ്ക്കെതിരായി കൊണ്ടുവന്നൊരു നിയമമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള സ്യൂട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ കേരള സർക്കാർ കൊണ്ടുപോയി. ആ കേസിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ചട്ടങ്ങൾ വന്നത് എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നിങ്ങളിൽ പലരും മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാകും. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഇതിനെതിരെ LDF സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങല, അതും രാജ്യത്തെ ഒരു മഹാസംഭവമായിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി നിരവധി പരിപാടികൾ നാം സംഘടിപ്പിക്കാൻ തയ്യാറായത്? ഇതൊരു
കേവലമായൊരു നിയമം മാത്രമല്ല, ഈ നിയമ ഭേദഗതിയിലൂടെ ആശങ്കയിൽ കഴിയുന്ന, ഭീതിയിൽ കഴിയുന്ന, ഉത്കണ്ഠയിൽ കഴിയുന്ന, ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ? തലമുറകളായി ഞങ്ങൾ ഈ മണ്ണിലാണ്, ഈ മണ്ണിൻ്റെ സന്തതികളാണ്. പക്ഷേ ഈ മണ്ണ് ഞങ്ങൾക്ക് അന്യമാകുമോ? ഞങ്ങൾക്കിവിടെ തുടർന്ന് ജീവിക്കാൻ കഴിയുമോ? ഈയൊരു ഭീതിയിൽ കഴിയുന്ന ജനലക്ഷങ്ങളല്ല, ജനകോടികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ ജനകോടികളോട് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകലായിരുന്നു ഈ ഓരോ പരിപാടിയിലൂടെയും നാം ഉദ്ദേശിച്ചത്. ഇവിടെ ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു കാര്യവും കൂടി ഇതിനെ ചേർത്ത് പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടയില്ലാത്ത നിലപാടാണ് ഇടതുപക്ഷം ദേശീയ തലത്തിൽ സ്വീകരിച്ചത്. കേരളത്തിലെ LDF നല്ല രീതിയിലുള്ള പങ്കാണ് ഈ കാര്യത്തിൽ നിർവഹിച്ചത് എന്ന് എല്ലാവരും സമ്മതിക്കും. എന്നാൽ അത് തന്നെ എല്ലാവർക്കും അവകാശപ്പെടാൻ പറ്റുമോ കേരളത്തിൽ? ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എല്ലാ പരിപാടികളിലും ആദ്യഘട്ടത്തിൽ സഹകരിച്ചു. പ്രതിഷേധ കൂട്ടായ്മ ഒന്നിച്ചാണ്. നിയമസഭയിൽ അതിനെതിരെ പ്രമേയം ഒന്നിച്ചാണ് പാസാക്കിയത്. എല്ലാം ഒരേ മനസ്സോടെയാണ് നടന്നത്. പക്ഷേ പിന്നീട് നാം കേട്ടതെന്ന് പറഞ്ഞാൽ കേൾക്കേണ്ടി വന്നത് നമ്മുടെ അനുഭവം. അതിനെല്ലാം ശേഷം കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആ നിയമസഭാ പ്രമേയത്തെ പരിഹസിക്കുന്നതായി കണ്ടു. ഇവിടെ ഒരു പ്രമേയം പാസാക്കിയതിന്റെ മേലെ മേനി നടിച്ച് നടക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. നിയമസഭ പ്രമേയം പാസാക്കിയത് കൊണ്ട് കേന്ദ്ര നിയമം ഇല്ലാതാകുമോ? എന്തൊരു അവസ്ഥയാണെന്ന് നോക്കണം. എങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് അതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ ഈ കേരളത്തിലെ ഒരു അമരക്കാരന് അങ്ങനെയൊരു വാചകം പറയാൻ കഴിഞ്ഞത്? ഒരു നിയമം ജനവിരുദ്ധമായാൽ ആ ജനശക്തി അതിനെതിരെ ഉണർത്തുന്നതിനു വേണ്ടി സ്വീകരിക്കുന്ന നടപടികളെ തള്ളിപ്പറയലല്ലേ അത്? ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ചരിത്രം, നമ്മുടെ രാജ്യത്തിന്റെ, ലോകത്തിന്റെ ചരിത്രമെടുത്താൽ ഏതെല്ലാം കിരാതമായ നിയമങ്ങൾ ജനങ്ങളുടെ കരുത്തിന്റെ ഭാഗമായി റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ. എന്തിനാണ് അദ്ദേഹം അത്തരമൊരു നിലപാടെടുത്തത്? മാത്രമല്ല, ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാടെടുത്തു. യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാടെടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു സംശയം വന്നേക്കാം. അതായത് ആ യോജിപ്പിന് മുൻകൈയെടുത്ത ഞങ്ങളുടെ ഭാഗത്തു നിന്ന് യോജിപ്പിന് പറ്റാത്ത എന്തെങ്കിലും നടപടികളുണ്ടായോ? ഒരു പരാതിയും ഇവർക്ക് ഇതേവരെ പറയാനുണ്ടായിട്ടില്ല. ഇവരുമായിട്ട് യോജിക്കാൻ പറ്റില്ല, ഇവര് യോജിപ്പിന് പറ്റാത്ത നിലപാടാണ് എടുത്തത് എന്ന ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ കാര്യം? കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണല്ലോ. രാജ്യത്ത് ഇതിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് വലിയ തോതിൽ പങ്കെടുത്തത് ഈ കേരളത്തിലാണ്. അപ്പോൾ ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനോട് നിങ്ങൾ ചെയ്ത നടപടി ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ഇതൊരു അനുമാനം മാത്രമാണ് കേട്ടോ. അങ്ങനെയൊരു നിർദ്ദേശം കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ടാകാം അവര് പിൻവാങ്ങാൻ തയ്യാറായത്. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കം പങ്കെടുത്തതല്ലേ, പരസ്യമായ പരിപാടിയിലല്ലേ പങ്കെടുക്കുന്നത്. നിയമസഭയില് എല്ലാ കക്ഷി നേതാക്കളും, കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം
നിയമസഭക്കകത്തുമുണ്ടല്ലോ. അവരെല്ലാം ഒന്നിച്ചാണല്ലോ ഈ കാര്യത്തിൽ ഞങ്ങൾ നീങ്ങുന്നത്. ഏകണ്ഠമായല്ലേ പ്രമേയം അംഗീകരിക്കുന്നത്. അതിനെല്ലാം ശേഷം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ടാകാം. അതാകാം അവർ പിൻവലിക്കുന്നതിന് ഇടയായത് എന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംശയം വരുന്നത്? ഈ പരിപാടിയിൽ പങ്കെടുത്ത ചില കോൺഗ്രസ്സുകാർക്കെതിരെ ആ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായി. ദേശീയ തലത്തിലെ കോൺഗ്രസിന്റെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു ഇക്കാര്യത്തിൽ? ഇപ്പോ പാർലമെന്റിൽ ഇത് പാസ്സാകുന്നത് ഡിസംബർ 2-ാം വാരത്തിലാണ്. അവിടെ ആ നിയമ ഭേദഗതി പാസ്സായ ഉടനെ രാജ്യം ദർശിച്ചത് കനത്ത പ്രതിഷേധമാണ്. രാജ്യമാകെ പ്രതിഷേധം. അതിൽ ഡിസംബർ 10, 1919 ഡിസംബർ 10 പ്രത്യേകം ഓർക്കേണ്ട ദിനമാണ്. രാജ്യമാകെ തെരുവിലിറങ്ങുകയായിരുന്നു. എല്ലാവരും പ്രതിഷേധത്തിലായിരുന്നു. ആ പ്രതിഷേധത്തിൽ കോൺഗ്രസിന്റെ വലിയ സാന്നിധ്യമുണ്ടായില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് അന്ന് ജയിച്ചുപോയ പാർലമെന്റ് അംഗങ്ങൾ വലിയ കൂട്ടമാണല്ലോ കോൺഗ്രസിനുള്ളത്. ഒരാളും ഈ പറയുന്ന ഒരു പ്രതിഷേധ പരിപാടിയിലും പങ്കുകൊണ്ടതായി ആരും കണ്ടില്ല. പക്ഷെ അവർക്ക് സമയമുണ്ടായി. അതേ ദിവസം വൈകുന്നേരം അവരുടെ അധ്യക്ഷയുടെ വീട്ടിൽ ഒരുക്കിയ വിരുന്നിന് പോകാനും ആ വിരുന്നുണ്ണാനും അവർക്ക് സമയമുണ്ടായി. ഇതാണ് കോൺഗ്രസ് സ്വീകരിച്ച അവസ്ഥ എന്ന് നാം ഓർക്കണം. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അവരും അംഗീകരിക്കുന്നതാണ്, പുറത്തുള്ളവരും അംഗീകരിക്കുന്നതാണ്, രാഹുൽ ഗാന്ധി. ആ സമയത്ത് ഇന്ത്യയിലില്ല, അദ്ദേഹം വിദേശത്തായിരുന്നു. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ജനകീയ പരിപാടിയിൽ, ജനങ്ങളുടെ പ്രതിഷേധത്തിൽ അതിന്റെ ഭാഗമായി അണിനിരക്കാൻ ആരെങ്കിലും തയ്യാറായോ? എന്നാൽ ഡൽഹിയിലെ ഇതിനെതിരെ വലിയ പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിൽ ഒട്ടേറെ ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് ഇടതുപക്ഷ നേതാക്കളായിരുന്നു പലരും. ആ അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI-യുടെ ജനറൽ സെക്രട്ടറി D. രാജ, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, ഇങ്ങനെ ഒരു വലിയ നിര. എവിടെയെങ്കിലും കോൺഗ്രസിന്റെ ആരെയെങ്കിലും കാണാൻ കഴിഞ്ഞോ? എന്തേ ആരും അതിലെ ഉണ്ടാകാതിരുന്നത്? ഇപ്പോ ലോക്സഭയില് അന്നത്തെ അവസ്ഥ, കേരളത്തിൽ നിന്ന് ഒരു ഇടതുപക്ഷ MP മാത്രമേ ഉള്ളൂ, ആലപ്പുഴയിലുള്ള ആരിഫ്. ലോക്സഭയുടെ അവസ്ഥ, ആ ലോക്സഭയിൽ ഈ നിയമ ഭേദഗതിക്കെതിരെ ആകാവുന്നത്ര ഉച്ചത്തിൽ ആരിഫിന്റെ ശബ്ദമുയർന്നു. എന്തായിരുന്നു കോൺഗ്രസിന്റെ നില? നമ്മുടെ നാട്ടിൽ നിന്ന് തുരിതര ജയിച്ചുപോയ കോൺഗ്രസ് MP-മാരുണ്ടല്ലോ, അവരടക്കമുള്ളവര് സാങ്കേതികമായെന്ന് പ്രതിഷേധിച്ചു എന്ന് വരുത്തി പിന്നെ ഒരു മൂലക്ക് പോയിരുന്നു, മൂലക്ക് പോയി ഒളിച്ചു എന്ന് പറയാ. അതായിരുന്നു അവസ്ഥ. ഇതെല്ലാം രാജ്യം കണ്ടതല്ലേ. രാജ്യസഭ ഇടതുപക്ഷം ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തി. ഇളമരം കരീമും ബിനോയ് വിശ്വവും KK രാഗേഷും എല്ലാം ഉള്ളവര് നല്ല രീതിയിൽ ആ നിയമ ഭേദഗതിക്കെതിരെ ഇടപെട്ടു. ഒരുപാട് ഭേദഗതികൾ സമർപ്പിച്ചു. ആ ബില്ലിനെതിരെ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. ഇതെല്ലാം ഇടതുപക്ഷം മാത്രമാണ് ചെയ്തത് എന്ന് നാം ഓർക്കണം. 2020 ജനുവരി ഡൽഹിയിലെ പ്രക്ഷോഭം കനത്തു. ആ പ്രക്ഷോഭത്തിലും കോൺഗ്രസ്സുകാരെ അധികം കാണാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഇവിടെ നിന്നുള്ള MP-മാരുടെ സാന്നിധ്യം എവിടെയും കണ്ടില്ല. ആ ഘട്ടത്തിൽ നിങ്ങളാര് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ?
അങ്ങനെ സംഘടിപ്പിച്ചാൽ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്ന രീതിയിൽ സംഘപരിവാർ ഇടപെട്ടു. ഓർമ്മയില്ലേ? വടക്ക് കിഴക്കൻ ഡൽഹിയിൽ കലാപം, മരിച്ചു വീണത് 53 പേർ, കൊല ചെയ്യപ്പെട്ടു. 53 പേർ ആ കലാപത്തിൽ കൊല ചെയ്യപ്പെട്ടു. നിരവധി പേരെ കാണാതായി. നൂറുകണക്കിന് ആളുകൾക്ക് പരിക്ക്. അനവധി മുസ്ലിം കുടുംബങ്ങൾക്ക് വീട് ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. മുസ്ലിം വീടുകള്, കടകള്, സ്ഥാപനങ്ങള്, ആരാധനാലയങ്ങൾ എല്ലാം ആക്രമിക്കപ്പെട്ടു. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന നിയമഭേദഗതിക്കെതിരെ സമരം നടന്നപ്പോൾ ആ സമരങ്ങൾക്കെതിരെ സംഘപരിവാർ ആക്രമണങ്ങൾക്ക് പുറപ്പെട്ടു. ആ ആക്രമികൾക്കെല്ലാ പരിരക്ഷയും കേന്ദ്ര സർക്കാരിന്റെ മൗനാനുവാദം ആ ആക്രമണത്തിന്. ആ കാര്യത്തിൽ ഇടപെട്ടതും ഇടതുപക്ഷ എംപിമാർ മാത്രം. ഇരകൾക്ക് സുരക്ഷയും സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണവും വേണം എന്ന് ഇടതുപക്ഷ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടു. ഇവിടെ ആ ഘട്ടത്തിലുള്ള ഒരു പേര് നാം ഓർക്കുന്നത് നല്ലതാണ്. ജാമിയ മിലിയ സർവകലാശാല. ഈ നിയമഭേദഗതിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കാരണത്താൽ വിദ്യാർത്ഥി വേട്ടയാണ് അവിടെ പോലീസ് നടത്തിയത്. അതിന്റെ കാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഷാഹിൻ ബാഗിൽ സമരം നടന്നു. ആ സമരത്തിനെതിരെ സാമൂഹ്യ വിരുദ്ധർ പോലീസിന്റെ മൗനാനുവാദത്തോടെ ആക്രമണം സംഘടിപ്പിച്ചു. അവിടെ ഓടിയെത്തിയതും ഇടതുപക്ഷ നേതാക്കൾ തന്നെയാണ്. ഇതിലെല്ലാം കോൺഗ്രസ് കുറ്റകരമായ മൗനമാണ് പാലിച്ചത്. അവിടെയാണ് ഒരു കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ കൃത്യമായും കലാപത്തിന് ആഹ്വാനം, ഇവരെ വെടിവെച്ചു കൊല്ലൂ, അതായിരുന്നു ഒരു കേന്ദ്രമന്ത്രിയുടെ നാക്കിലൂടെ പുറത്തു വന്നത്. ആ കേന്ദ്രമന്ത്രിക്കെതിരെ കോടതിയെ സമീപിച്ചത് ബൃന്ദ കാരാട്ടും ഡൽഹിയിലെ CPIM സെക്രട്ടറിയുമായിരുന്നു. ഡൽഹി കലാപം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഇരകൾക്കെതിരെയുള്ള നടപടിയായിരുന്നു. അകാരണമായി ഇരകളെ അറസ്റ്റ് ചെയ്യുന്ന നടപടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു. വലിയ കുറ്റപത്രങ്ങൾ. ആ കുറ്റപത്രത്തിൽ ഇടതുപക്ഷ നേതാക്കളുടെ പേര്, CPM ജനറൽ സെക്രട്ടറി സീതാറാമിന്റെ പേര് ആ കുറ്റപത്രത്തിൽ. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പേര് ഇതാ കോൺഗ്രസുകാരൻ എന്ന് പറഞ്ഞ് കാണിക്കാൻ കോൺഗ്രസിന് കഴിയോ? എന്തേ അവരെ ആരെയും ഈ പട്ടികയിൽ കാണാതിരുന്നത്? പോട്ടെ, കുറച്ച് വർഷമായല്ലോ. 2019 2019 2020 ആദ്യം ഉണ്ടായ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് 24 ഇപ്പൊ ചട്ടം വന്നല്ലോ. ചട്ടം വന്നപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്താ? കോൺഗ്രസ് പാർട്ടിക്ക് ഇതേ ദിവസം വരെ ഔദ്യോഗികമായി പ്രതികരണമുണ്ടോ? എന്താണ് ഇതുപോലൊരു പ്രശ്നത്തിൽ പ്രതികരിക്കാൻ വിഷമം? എന്തുകൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല? കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാധ്യമപ്രവർത്തകര് അദ്ദേഹത്തോട് ചോദിച്ചു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അത് സൂചിപ്പിച്ചു. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ഈ ചട്ടഭേദഗതി വന്നേ അന്നല്ല. അന്നായാലും മറുപടി പറയാൻ വിഷമമില്ലാത്തൊരു പ്രശ്നമാണിത്. പക്ഷെ അന്നല്ല, ദിവസങ്ങൾ കഴിഞ്ഞാണ്. എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ? അപ്പോ ആലോചിച്ച് പറയാൻ വൈകുന്നേരമാണ്. അന്ന് രാത്രി ആലോചിച്ചിട്ട് പിറ്റേ ദിവസം പറയാൻ. ഇതേവരെ പറഞ്ഞോ? അപ്പോ അടുത്ത് നിൽക്കുകയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റിന്റെ അടുത്ത്. സംഘടനാ ജനറൽ സെക്രട്ടറി അപ്പോൾ ചിരിക്കുകയാണ്. ഗാർഗയും ചിരിച്ചു.
നിങ്ങൾക്ക് ചിരിക്കാം. ഈ രാജ്യത്തെ ജനകോടികളുടെ മനസ്സിൽ തീയാണെന്ന് നിങ്ങൾ ഓർക്കണം. ആ തീ തിന്ന് കഴിയുന്നവരെ നോക്കിയാണ് നിങ്ങൾ ചിരിച്ചത് എന്നതും നിങ്ങൾ ഓർക്കണം. ഇവിടെ രാഹുൽ ഗാന്ധി അദ്ദേഹം നല്ലൊരു യാത്ര നടത്തിയല്ലോ, ഭാരത് ജോഡോ ന്യായ് യാത്ര. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ സൂചന എവിടെയെങ്കിലും നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ? അതിനെതിരെ വിമർശനം വന്നു. സമാപിക്കുന്ന ഘട്ടത്തിലെങ്കിലും പറഞ്ഞോ? ഇപ്പോ ദിവസങ്ങൾ കുറെ കഴിഞ്ഞല്ലോ, ഇതേവരെ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടോ? എന്തുകൊണ്ടാണ് ഇത്തരമൊരവസ്ഥ? ഇതാണ് ഗൗരവമായി നാം കാണേണ്ടത്. ഇവിടെ ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഒരവ്യക്തതയുമില്ല. കേരളത്തിൽ LDF-നും കേരളത്തിലെ LDF സർക്കാരിനും ഈ കാര്യത്തിൽ ഒരു അവ്യക്തതയുമില്ല. ഈ പൗരത്വ നിയമ ഭേദഗതി മുസ്ലിമിനെ രണ്ടാം തരം പൗരരാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഇത് സംഘപരിവാറിന്റെ ഹിന്ദു രാഷ്ട്രവാദ സമീപനത്തിന്റെ ഭാഗമാണ്. അടുത്ത വർഷം 2025 RSS ജനിച്ചിട്ട് 100 വർഷം തികയുന്നു. അവരുടെ കടുത്ത വർഗീയ ലക്ഷ്യം പ്രാവർത്തികമാക്കലാണ് ഉദ്ദേശം. ഇത് നാം മറക്കരുത്. ഭരണഘടനയ്ക്ക് രൂപം നൽകിയപ്പോ അതിനെ നവംബർ 26-നാണ് 1949 നവംബർ 26-നാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകുന്നത്. നവംബർ 30-ന് തന്നെ അതിനെതിർത്തുകൊണ്ട് വന്നത് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറായിരുന്നു. അവര് പറഞ്ഞത് മനുസ്മൃതിയുടെ നിയമങ്ങൾ ഇതിലില്ല എന്നായിരുന്നു. നമ്മുടെ ഭരണഘടനാ പണ്ഡിതർക്ക് മനസ്സിലാകുന്നില്ല മനുസ്മൃതിയുടെ നിയമങ്ങൾ എന്ന വിമർശനമാണ് അവരതിൽ ഉന്നയിച്ചത്. സവർക്കർ പറഞ്ഞത് മനുസ്മൃതി തന്നെയാണ് ഹിന്ദു നിയമം എന്നായിരുന്നു. ദീൻദയാൽ ഉപാധ്യായ ഈ ഭരണഘടന പാശ്ചാത്യരെ അനുകരിച്ചുള്ള ഭരണഘടനയാണ്. ഭരണഘടന വ്യക്തികളും സമൂഹവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച ഇന്ത്യൻ ധാരണകളിൽ നിന്ന് തീർത്തും വേർപിരിഞ്ഞുള്ളതാണ്. അപ്പോ സംഘപരിവാറിന്റെ കൃത്യമായ വർഗീയ ലക്ഷ്യമുണ്ട്. അതിലേക്കുള്ള പാലമാണ് ഈ പൗരത്വ നിയമ ഭേദഗതി. ഈ ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുണ്ട്. അതിലിപ്പോ മുസ്ലിങ്ങളുടെ പൗരാവകാശങ്ങൾ എടുത്തു കളയാനുള്ള നീക്കമാണ് വന്നിട്ടുള്ളത്. ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അടുത്ത നാളുകളിൽ ക്രൈസ്തവ സഭയുടെ സത്യദീപം എന്ന പ്രസിദ്ധീകരണം ഒരു മുഖപ്രസംഗം എഴുതുകയുണ്ടായി. അതിലവർ ആ മുഖലേഖനത്തിൽ പറഞ്ഞു, ഏകീകൃത സിവിൽ കോഡ് മുസ്ലിമിനെതിരെയുള്ള നീക്കം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിലെ നാനാത്വത്തെ നശിപ്പിക്കാനുള്ള നീക്കമാണ്. വിവിധ വിഭാഗങ്ങൾക്ക് കാലങ്ങളായി തുറന്നു വരുന്ന വ്യക്തി നിയമങ്ങളുണ്ട്. അവയെല്ലാം ഇല്ലാതാക്കാൻ, വൈവിധ്യങ്ങൾ ഇല്ലാതാക്കാൻ ഉള്ളൊരു നീക്കമാണിത്. ഇത് മുസ്ലിമിനെതിരെയുള്ള നീക്കം മാത്രമല്ല, സ്വാഗതാർഹമായ ഒരു നിലപാടാണത്. ഇത് ഈ ഘട്ടത്തിൽ മുസ്ലിമിനെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നാളെ മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും തിരിയും. അവര് RSS നേരത്തെ തന്നെ ആഭ്യന്തര ശത്രുക്കളെ കൃത്യമായി വ്യവസ്ഥപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ ഇപ്പോ മുസ്ലിങ്ങളുടെ പൗരാവകാശങ്ങൾ എടുത്തു കളയാനുള്ള ടൂളുകൾ, അതാണ് പൗരത്വ നിയമ ഭേദഗതി, അതാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ, അതാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ. ഇത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ സംഘപരിവാറിന്റെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള കനത്ത പോരാട്ടമാണ് രാജ്യത്ത് ഉയർന്നു വരുന്നത്. ആ പോരാട്ടത്തിൽ ഏർപ്പെടുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയവും സമീപനവും ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് മാത്രമാണ്, LDF-ന്റേത് മാത്രമാണ്. ഒരു കാര്യം അസന്നിഗ്ധമായി
വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ LDF സർക്കാരുണ്ടാകും. ഒരു കാരണവശാലും മുട്ടുമടക്കില്ല, നിശബ്ദമാവുകയുമില്ല. ഇതാണ് ഈ ഘട്ടത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.